വായ തോന്നിയതൊക്കെ വിളിച്ച് പറയല്ലേ. അതേടി, ഇന്ന് ഞാൻ പറയുന്നതൊക്കെ തോന്നിയാസായിട്ട് തോന്നും. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ നിനക്ക് നാളെ മനസ്സിലാവും. എന്തുകൊണ്ടാണെന്നോ, പൗർണമിയെ പോലെ ഒരു നല്ല പെൺകുട്ടിയുടെ ജീവിതത്തിൽ നീയാണ് വേണ്ട ദിനങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. നിന്റെ വിചാരം നിന്റെ സൗന്ദര്യത്തിനും ബുദ്ധിക്കും അവള് ഈക്വൽ അല്ലെന്നല്ലേ? പക്ഷേ അവളുടെ നല്ല മനസ്സിന് മുൻപിൽ നീ ഒന്നുമല്ല. അത് മാത്രമല്ല മോളെ, ഒരു കാര്യത്തിലും പൗർണമിയെ തോൽപ്പിക്കാൻ ഈ ജന്മം നിനക്ക് കഴിയില്ല. പൗർണമി തോറ്റാൽ ന്യായം തോറ്റതിന് തുല്യാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പറയുന്ന കാര്യങ്ങൾ നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക്. നിനക്ക് നല്ലൊരു തെളിവ് കിട്ടും. നിന്റെ ഈ ഉപദേശങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തൊരു CD ആക്കി വിൽക്കാൻ നോക്ക്. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഞാനാരെയും ഉപദേശിക്കാൻ വന്നതല്ല ശ്വേതേ, സത്യം മനസ്സിലാക്കിയതുകൊണ്ടാ പോകുന്നത്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കുന്ന നിലയിലല്ല നീ ഉള്ളത്. ഗുഡ് ബൈ. ശരണ്യെ, എന്തിനാ ഇപ്പൊ പോന്നെ? ഞാൻ എന്തെങ്കിലും മനസ്സ് വിഷമിപ്പിച്ചോ? ഇല്ല പൗർണമി, എനിക്കൊരു കാര്യത്തിൽ ഉറപ്പാ. ഏത് കാലത്തും നീ ആഗ്രഹിക്കുന്നതെല്ലാം അതേപടി തന്നെ നടക്കും. നീ ആഗ്രഹിച്ച ജീവിതം അതും നിനക്ക് കിട്ടും. ഞാൻ നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം പൗർണമി. ഓൾ ദി ബെസ്റ്റ്. ശ്വേതേ, അവള് പോയെങ്കിൽ പോട്ടടി. അവക്ക് നല്ല പേടിയുണ്ട്. ആ പേടി പുറത്തറിയാൻ വേണ്ടി അവൾ ഓടിയത്. സോറി, എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഇവിടെ നടന്നതിനെല്ലാം കാരണം ഞാനാ. നിവേദിതയെ കൊണ്ട് പ്രേതവേഷം കിട്ടിച്ച് നിങ്ങളുടെ റിയാക്ഷൻ എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്. പക്ഷേ അത് വിചാരിച്ചതിൽ ഒരു അല്പം കടന്നുപോയി. പൗർണമി നിവേദിതയ്ക്കിട്ട് കണക്കിന് കൊടുത്തിട്ടുണ്ട്. സോറി നിവേദിത. എന്റെ റൂമിൽ ഇവള് വന്നിരുന്നു. പ്രേതമാണെന്ന് കരുതി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ ചേച്ചി ഒന്നും ചെയ്യരുതേ എന്ന് ഞാൻ പ്രേതത്തോട് പറഞ്ഞതാ. അതിനുശേഷം ഇവൾ അവിടുന്ന് പോയേ. ചേച്ചിയാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ വീഡിയോ എന്റെ ഉണ്ട്, കാണണോ? അത് കളിക്കല്ലേ. അത് ശരി, അതൊക്കെ പോട്ടെ. കാർത്തിക് എന്തോ സിനിമയാണ്, ഷൂട്ടിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് എന്തോ ചെയ്തതല്ലേ. അവനോടങ്ങ് ക്ഷമിച്ചേക്ക്. കാർത്തിക, നിനക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ? ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വല്ല ആർട്ടിസ്റ്റിനെ വിളിച്ച് അവരെ കൊണ്ട് അഭിനയിപ്പിക്കണം. വേണമെങ്കിൽ അതിന്റെ ചെലവൊക്കെ ഞാൻ എടുക്കുമായിരുന്നല്ലോ. ഇവിടെ നോക്കേ, ഇതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീട്ടിൽ ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? എല്ലാരും പോയി കിടക്കാൻ നോക്ക്. കാർത്തികേ, കുറെ നാളായിട്ട് നിന്റെ കുഞ്ഞിക്കളി കൂടണ്ടാ. ഇനിയെങ്കിലും കുറച്ച് സീരിയസ് ആവാൻ നോക്ക്. എടാ കാർത്തികേയ, നീ കാരണം കുട്ടിമാളെ അടിച്ച് ചുരുട്ടി കളഞ്ഞടാ. എന്റെ ബോഡി എല്ലാം പെയിനിങ് ആണ്. അയ്യോ വേണ്ട, കുട്ടിമാളെ എടുത്തിട്ട് പെരുമാറേ ചത്തുപോ. എല്ലാരോടും കൂടിയാ വൺസ് അഗൈൻ നടന്നതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുക. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താ. എന്നോട് ക്ഷമിക്കണം. ഇനി കേറി വാ. നമസ്കാരം. 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 നീലാംബരി അമ്മ, എന്റെ കുഞ്ഞിനൊരു പേരിടണം. അതിനെന്താ? ഈ കുഞ്ഞിനെ ഞാൻ പേരിടുന്നതിനേക്കാളും എന്റെ മോൻ മുരളി പേരിടുന്നതായിരിക്കും നല്ലത്. മോനെ മുരളി, നീ തന്നെ ഈ കുഞ്ഞിന് നല്ലൊരു പേരിട്. ഞാനോ? പിടിക്ക്. എഴുന്നേറ്റപ്പോഴത്തേക്ക് അച്ചടാ. എന്ത് പേരാ നിനക്ക് വേണ്ടേ? നല്ലൊരു പേര് ഞാൻ പറയട്ടെ. ജയദേവൻ. ജയദേവൻ എന്ന പേര് കുഴപ്പമില്ലല്ലോ. അയ്യോ,
പെൺകുഞ്ഞിനെങ്ങനെയാ? സോറി, ഏത് പേരാ വെക്കിടുക? പൗർണമി. മോൾക്ക് പൗർണമി എന്നിടാലോ. പേര് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടായി. പൗർണമി പൗർണമി പൗർണമി. പോരെ? ഒത്തിരി സന്തോഷായി. നല്ല പേരാ. ശരി എന്നാ. വിട്ടുകളശ്ശേരെ, നീ ഇപ്പോഴും അതും വിചാരിച്ചോണ്ടിരിക്കണോ? നീ എന്താ മോളെ ഇങ്ങനെ? അവൾ ഏതോ ഒരു പക്ഷിശാസ്ത്രക്കാരി, വഴിയെ പോയവള്. അവള് പറയുന്നത് കേട്ട് നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനാ? എന്തമ്മായി, അമ്മായി എങ്ങനെ കാര്യം മനസ്സിലാക്കാതെയാണല്ലോ സംസാരിക്കുന്നത്. എന്റെ മുഖത്ത് നോക്കിയൊരു പക്ഷിശാസ്ത്രക്കാരി. മുരളിയേട്ടൻ എനിക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത കാശ് എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഇവളുടെ തെറിഞ്ഞു കൊടുത്തോണ്ടല്ലേ അവള് തിരിച്ചു തന്നിട്ട് പോയേ. എന്തൊരു കള്ളത്തരോ പറയുന്നേ. ഇനി ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടേതിപ്പോ. പിന്നൊരു കാര്യം ശ്വേതേ, നിനക്ക് വരുന്ന ഫോൺ കോളിന്റെ സ്വഭാവവും വേറെയാ. അവൻ വിളിക്കുന്നത് കാശ് വാങ്ങാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് തോന്നുന്നു. അതിനേക്കാളും വലിയ പ്രശ്നം ഇവിടെ പൗർണമിയാണ്. നിശ്ചയം കഴിയുന്നവരേക്കും പൗർണമിയെ ഈ വീട്ടിലേക്ക് വരുത്താതിരിക്കാൻ ശ്രമിക്കണം. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ ആ കാര്യം ഞാനേറ്റു. ആവുന്ന പോലൊക്കെ ഞങ്ങളും എന്തൊക്കെയോ ചെയ്തു നോക്കി, ഒന്നും ഫലിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ സ്റ്റൈലിലൊന്നും ശ്രമിച്ചു നോക്കാൻ വഴിയില്ലല്ലോ ഏട്ടത്തി. ഏട്ടത്തിക്കറിയോ, കോളേജിലൊരു കോന്തൻ പ്രൊഫസർ ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങൾ വിരട്ടലിനൊടുവിലേ അയാളെ കോമ സ്റ്റേജിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ പൗർണമിക്ക് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലൊരു പ്ലാനാ. അതൊന്നും വേണ്ട. അവളെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോയ അവസാനം അത് നമ്മുടെ തലേ തന്നെ വന്നു വീഴും. ശ്വേതേ, ഇത് അവളുടെ കഥ കഴിക്കാനുള്ള ഒരു പ്ലാനാ. ഇത് നീ വേണ്ടെന്ന് പറയരുത്, ഞങ്ങൾ നോക്കിക്കോളാം. ശരി. പൗർണമി, അമ്മായി ഇങ്ങ് വന്നേ മോളെ. നീ എങ്ങോട്ട് പോവാൻ തോന്നല്ലോ? ഞാൻ കടയിലേക്ക് പോവാ അമ്മായി. അതെയോ? ഒന്നുമില്ല, മട്ടുപ്പാവിലെ തുണി ഉണങ്ങാനിട്ടിട്ടുണ്ട്. നല്ല കാർമേഘം കൂടിയിട്ടുണ്ട്. മഴ വരും മുമ്പ് കേറി എടുക്കാന്നാ വിചാരിച്ചേ. എന്താന്നറിയില്ല, മുട്ടിന് ഭയങ്കര വേദന. നീയും പാവാ. ഈ വീട്ടിലുള്ള സകലമാന ജോലികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നവളല്ലേ നീ. നിന്റെ അടുത്ത് പറയാനാണെങ്കിൽ എനിക്ക് മനസ്സും വരുന്നില്ല. അതൊന്നും സാരില്ല ചെറുമ്മായി, ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ കടയിൽ പോക്കോളാം. പൗർണമി ഒരിക്കലും ജോലി ചെയ്യാൻ മടിക്കുന്നവളല്ലെന്ന് എനിക്കറിയായിരുന്നു. എന്നാ എന്റെ മോള് പോയി എടുത്തിട്ട് വാ. നിങ്ങൾ രണ്ടുപേരും കെട്ടിക്കോ, ഞാൻ അവിടെ വരുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, ശരി ശരി. ഇങ്ങതാ, ഈ പ്ലാൻ ഫ്ലോപ്പ് ആവരുത്തിട്ടോ. ചെറിയമ്മായി മഴ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല വെയിലാണല്ലോ. മഹേഷേ, ഇപ്പോ ഇത്രയും വേഗം അവളെ ഇല്ലാതാക്കാൻ എന്താണെന്ന് വെച്ച ഏർപ്പാട് ചെയ്യേ. അവള് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം തന്നെയാടാ അവൾക്കെതിരെയുള്ള നമ്മുടെ ആയുധം. ഇന്നിനി പൗർണമിക്ക് രക്ഷയില്ല. മരണത്തിലേക്ക് അവള് പോകുന്നത്. വിധി അടുത്തു കഴിഞ്ഞാൽ പിന്നെ കാലിന് പോലും അവളെ പിടിച്ചു നിർത്താൻ കഴിയില്ല.